ഹായ് വെൽക്കം. അപ്പൊ ഞങ്ങളുടെ ബീച്ചിലേക്കുള്ള യാത്രയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. രാത്രിയാണ് ഞങ്ങൾ പോകുന്നത്. പകലൊന്നും കിട്ടിയ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ രാത്രിയാണ് ഞങ്ങളുടെ യാത്രയൊക്കെ. അപ്പൊ ഞങ്ങൾ ബീച്ച് എത്തി. ഫോർട്ട് കൊച്ചി ബീച്ചാണെന്ന് പറഞ്ഞല്ലോ ഓൾറെഡി. അപ്പോ ബീച്ച് എത്തി, വണ്ടി ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ നടക്കാന്ന് കരുതി. അപ്പൊ ഞങ്ങൾ 4 പേരും അങ്ങോട്ട് നടക്കുകയാണ് വണ്ടി വെച്ചിട്ട്. അപ്പൊ ഒത്തിരി കടകളുണ്ട് കേട്ടോ. ഫോർട്ട് കൊച്ചി ബീച്ചിൽ വന്നവർക്കൊക്കെ അറിയാം, ഒരുപാട് കടകളുണ്ട്. ചിലതൊക്കെ രാത്രി ആയതുകൊണ്ട് പൂട്ടി, പക്ഷെ കുറച്ചൊക്കെ കുറച്ചധികം തുറന്നിട്ടും ഉണ്ട് ട്ടോ. അതിന്റെ തിരക്കാ നിങ്ങൾ കാണുന്നെ. ദേ ഈ കടയില് ഒരുപാട് ടൈപ്പ് ശംഖുകളുണ്ട്. കണ്ടല്ലോ അല്ലേ? ഇവിടെ പൂട്ടിയിട്ടേക്കുവാണ് ഈ കട. പിന്നെ ഇത് ഈ ഫോർട്ട് കൊച്ചി ബീച്ചിൽ വരുന്നവർക്കൊക്കെ അറിയാം. സ്റ്റാച്യു കലപ്പയാന്ന് തോന്നുന്നു സ്റ്റാച്യു. പിന്നെ ഇത് പൂട്ടിയിട്ടേക്കുവാണ് ഇവിടെ. ഇനി മുന്നോട്ട് കുറേ കടകളുണ്ട്. അപ്പൊ ഞങ്ങൾ മുന്നോട്ട് നടക്കുവാണ്. ഇവിടെ നിന്ന് നമുക്ക് ബീച്ച് കാണാം. ലൈറ്റ് ഒക്കെ കാണുന്നുണ്ടല്ലോ, ആ ഒരു ഭാഗമാണ് ബീച്ച്. അപ്പം 3 പേരും കൂടെ മുന്നോട്ട് നടക്കുവാ. ഏതിൽ ഇറങ്ങണം എന്നുള്ള ഡിസ്കഷനിലാണ് 3 പേരും കൂടെ. അപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒത്തിരി കുട്ടികൾ വന്നിട്ടുണ്ടേ കളിക്കാനായിട്ട്. രാത്രി ഒരു പ്രത്യേക വൈബ് തന്നെയാണല്ലേ ബീച്ചിലേക്ക് പോകുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ട്ടോ ഈ രാത്രിയുള്ള യാത്ര. ഇവിടെ ഈ ചേട്ടൻ കുൽക്കി സർവത്ത് വിൽക്കുന്നുണ്ട്. അപ്പൊ നിവാൻ പറഞ്ഞു ഇതിലേ പോകാന്ന് പറഞ്ഞു പപ്പനോട്. പക്ഷെ നിൻസൻ പറഞ്ഞു വേണ്ട, വേറെ നല്ലൊരു വഴിയുണ്ട്, അതിലേ ഇറങ്ങാന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുകയാണേ. അപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൈഡിലൊക്കെ കടകളൊക്കെ ഉണ്ട്. ഇവിടെ ഈ സൈഡിലെ കടയിൽ ബാഗ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വിൽക്കുന്നുണ്ട്. മക്കളൊക്കെ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വീണ്ടും അവിടെ റിങ്സും പെർഫ്യൂംസ്, ജെന്റ്സിന് ലേഡീസിനൊക്കെ പറ്റിയ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് റിങ്സിന്റെ. പിന്നെ പെർഫ്യൂംസ്, അതുപോലെ തന്നെ ഇവിടെ വാച്ച്, ലേഡീസിനും ജെന്റ്സിനും പറ്റിയ വാച്ചുകളുണ്ട്. ദേ കുട്ടികളൊക്കെ നിന്ന് കളിക്കുകയാണ് അവിടെ. വീണ്ടും അങ്ങോട്ട് മുന്നോട്ട് പോകുകയാണ് നടന്ന്. നിവാൻ വീണ്ടും പറയും ഇതിലേ ഇറങ്ങാൻ പപ്പേ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ദേ നമ്മളുടെ ലേഡീസിനൊക്കെ പറ്റിയ ബുഷ്, ക്ലിപ്പ് അങ്ങനത്തെ ഐറ്റംസ്, പിന്നെ കുട്ടികൾക്ക് പറ്റിയ കളിക്കുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇവിടെ വീണ്ടും റിങ്സും പെർഫ്യൂംസ് ഒക്കെയാ. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കട. മൊമോസിന്റെ കടയാണ്. ചിക്കൻ മൊമോസ്, ബീഫ് മൊമോസ്, അങ്ങനത്തെ ഒത്തിരി ടൈപ്പ് മൊമോസ് ഉണ്ട്. ഞാനവിടെ കുറച്ചു നേരം ചുറ്റിപ്പറ്റി നിന്ന്, പക്ഷെ ലിൻസൺ മൈൻഡ് ചെയ്തില്ല. നേരെ പോകുകയാണ്. അവിടെ ഒരു കടയില് നമ്മളുടെ മാങ്ങയൊക്കെ ഉണ്ടല്ലോ, ഉപ്പിലിട്ട മാങ്ങ, പിന്നെ ഉപ്പും മുളകൊക്കെ ഇട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൈപ്പ്. അത് കണ്ടപ്പോ തന്നെ നമ്മളുടെ വായിൽ വെള്ളം വരും. അപ്പൊ അത് വേണമെന്ന് പറഞ്ഞ് മക്കൾ വാശി പിടിച്ചപ്പോ അത് ഒരെണ്ണം വാങ്ങി. അപ്പൊ ഞങ്ങൾ 4 പേരും കൂടെ അത് കഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പൊ ഞങ്ങള് ബീച്ചിലേക്ക് ഇറങ്ങിയിട്ടാണ് അത് കൊണ്ട് കഴിച്ചത്. നിവാൻ നോക്കി നിൽപ്പുണ്ട്. ഹാംലെയാണ് ഏറ്റവും ഇഷ്ടം. പുളിയുള്ള സാധനമൊക്കെ ഹാംലിന് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. അപ്പോ ഞങ്ങളത് പിടിച്ച് ബീച്ചിലേക്ക് ഇറങ്ങുവാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പൊ ബീച്ചിലേക്ക് ഇറങ്ങി അവിടെ നിന്ന് ആ മാങ്ങ മുഴുവൻ തീർത്ത് എന്നിട്ടാണ് കടലിലേക്ക് ഇറങ്ങിയത്. കടൽ കാണാൻ എന്താ രസമല്ലേ! എന്ത് ഭംഗിയാ കാണാനായിട്ട്. വേറൊരു വൈബാണ് ഇത് കാണാനായിട്ട്. ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്ക് അതിന്റെ ചുറ്റുമുള്ള കാഴ്ചയൊക്കെ കാണാം. നിവാൻ ഹായ് പറയാ. അപ്പൊ അങ്ങോട്ട് ഇറങ്ങണം ഇറങ്ങണം എന്നും പറഞ്ഞ് വാശി പിടിക്കുവാണ്. കടൽ കൂടുതലായതുകൊണ്ട് തന്നെ അധികം ഇറങ്ങണ്ടാന്ന് പറഞ്ഞു. പക്ഷെ അവര് കണ്ടു കഴിഞ്ഞാൽ അവർ സമ്മതിക്കില്ല, ഇറങ്ങിയേ പറ്റും. അപ്പൊ ഞങ്ങൾ 3 പേരും കൂടെ ഇറങ്ങി. ലിൻസിനെ അവിടെ നിന്നേ ഉള്ളൂ. ഷൂസൊക്കെ നനയൊന്നും പറഞ്ഞ് ലിൻസൺ ഇറങ്ങിയില്ല. ഞങ്ങൾ 3 പേരും ഇറങ്ങി. കളി തുടങ്ങി. പിന്നെ ഭയങ്കര കളിയായിരുന്നു. നല്ല തിരയുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ വേലിയേറ്റത്തിന്റെ സമയമായതുകൊണ്ട് നല്ല തിരയുണ്ട്. മക്കൾ ഒത്തിരി എൻജോയ് ചെയ്തേ. നന്നായിട്ട് കളിച്ച് ഫുൾ ഡ്രസ്സൊക്കെ മുഴുവൻ നനഞ്ഞു. കളിക്കുക അവര്, ഭയങ്കര കളിയാണ്. കണ്ടോ, നല്ല തിരയുണ്ട്. ഒരു ഷിപ്പ് പോകുന്നത് നിങ്ങൾ കണ്ടോ?
എന്ത് ഭംഗിയാല്ലേ. അങ്ങനെ ഞങ്ങൾ ഒരുവിധം എല്ലാം കളി കഴിഞ്ഞ് ഞങ്ങളോട് പറഞ്ഞ് കേറിക്കോ പോകാന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ എല്ലാരും തിരിച്ച് കേറി. അപ്പൊ തിരിച്ചു വന്നപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് മൊമോസ് വാങ്ങിത്താന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഒരു പ്ലേറ്റ് വാങ്ങി. മൊമോസ് ഒരു പ്ലേറ്റിന്ന് ഞങ്ങൾ എല്ലാരും കൂടെ കൈയിട്ട് വാരി കഴിച്ച് അത് മൊത്തം തീർത്ത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടുത്തെ മൊമോസ്. നിങ്ങൾ ആരെങ്കിലും ഇനി ഫോർട്ട് കൊച്ചി ബീച്ചിൽ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യണേ. സൂപ്പറാണ്. അപ്പൊ തിരിച്ച് ഞങ്ങൾ പോവാണേ. തിരിച്ചു പോകുന്ന കൊല ഞാൻ കാണിച്ചു തരാവേ. ഷർട്ട് മുഴുവൻ അവന്റെ നനഞ്ഞത് കൊണ്ട് അവനെ കൊണ്ട് ഷർട്ടൊക്കെ ഊരിച്ച് ഞങ്ങൾ അങ്ങനെയാണ് തിരിച്ചു പോകുന്നത്. അപ്പൊ ബായ് പറയാണ് നിവാൻ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബായ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.